മണലൂർ പഞ്ചായത്തിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക, ചോർന്നൊലിക്കുന്ന കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് ഉടൻ നവീകരിക്കുക, ബസ് സ്റ്റാൻഡിലെ വിശ്രമ കേന്ദ്രത്തിലെയും കംഫർട്ട് സ്റ്റേഷനിലെയും സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഒഴിവാക്കി യാത്രക്കാർക്കും സ്ത്രീകൾക്കും ഉപയോഗപ്രദമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തൃശൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ KK ബാബു, VG അശോകൻ, KB ജയറാം, സിജോ കടവിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, PT ജോൺസൺ, ടോണി അത്താണിക്കൽ, വാസു വളാഞ്ചേരി, സുനിത ബാബു, കവിത രാമചന്ദ്രൻ, ജോജു തേക്കാനത്ത്, സോമൻ വടശ്ശേരി, ഇന്ദിര ഉത്തമൻ, CN പ്രഭാകരൻ, സ്റ്റീഫൻ നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ മാറി മാസങ്ങൾ കുറച്ചല്ലേ ആയി. 6 മാസക്കാലം പിന്നിട്ടു. പ്ലാൻ ഫണ്ടിന്റെ ആദ്യത്തെ ഗഡുവും വന്നു കഴിഞ്ഞു. ഇനി ഇതൊക്കെ മാറ്റി നിർത്തിയാൽ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അതുമല്ലെങ്കിൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ട്, ഏതെങ്കിലും ഒരു ഫണ്ട് ഉപയോഗിച്ച് ഇത് പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. നിസ്സാരമായ പ്രശ്നത്തെ രാഷ്ട്രീയ ലാഭം വെച്ചുകൊണ്ട് ഇത് നടക്കാതിരിക്കുക. ഇവർക്ക് എന്താണ്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുള്ള വിഷമം കൊണ്ട് സാധാരണക്കാരായി പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്.